ഇന്നത്തെ വീഡിയോയിൽ ഗ്രിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് റൈറ്റ് സൈഡിലുള്ള ടൂളിൽ ഏറ്റവും താഴെയായിട്ട് ഗ്രിഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്കൊരു ഡ്രോപ്പ് ഡൗൺ കാണാം. അവിടെ ലേഔട്ട് ഗ്രിഡ്, സ്ക്വയർ ഗ്രിഡ് എന്ന് രണ്ട് ഓപ്ഷൻ കാണാം. ഇവിടെ ഞാൻ ജസ്റ്റ് സ്ക്വയർ ഗ്രിഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഏത് ടൈപ്പുള്ള ഗ്രിഡാണ് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഈ കേസിൽ എനിക്ക് ശരിക്കും ലേഔട്ട് ഗ്രിഡാണ് ആവശ്യം, സ്ക്വയർ ഗ്രിഡിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലേഔട്ട് ഗ്രിഡ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് XD തന്നെ ഡീഫോൾട്ടായിട്ടൊരു ലേഔട്ട് ഗ്രിഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സ്ക്രീൻ നിങ്ങളിപ്പോൾ പരിഗണിക്കേണ്ടതില്ല. ഞാനിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു സ്ക്രീൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി എന്തിനാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ആ സ്ക്രീൻ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു സ്ക്രീനിലെ ലേഔട്ട് പോലെ ഈ ഒരു സ്ക്രീൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് താഴോട്ട് ആ ഒരു റൈറ്റ് സൈഡിലെ ടൂള് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താഴെ തന്നെ നിങ്ങൾക്ക് കോളംസ്, ഗട്ടർ വിഡ്ത്ത്, കോളം വിഡ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം. കണ്ടില്ലേ, കോളംസ്, ഗട്ടർ വിഡ്ത്ത്, കോളം വിഡ്ത്ത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാം. ഇത് മാറ്റിയാൽ നമുക്ക് ഈ ഒരു ലേഔട്ട് ഗ്രിഡ് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കോളമാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ആ ഒരു പില്ലർ പോലത്തെ സാധനം. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ 2 കൊടുക്കുകയാണ്. അപ്പോൾ 2 കോളം ആകുന്നതാണ്. ഇനി എന്താണ് താഴെ കിടക്കുന്നത്? ഗട്ടർ വിഡ്ത്ത്. ഗട്ടർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ആ ഇടയ്ക്കുള്ള സ്പേസാണ്, 2 കോളം തമ്മിലുള്ള സ്പേസാണ്. ഞാനിവിടെ 16 കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനവിടെ 16 ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗട്ടർ വിഡ്ത്ത് 16 ആയിട്ടുണ്ട്. ഇനി ആ ഒരു മൗസ് പോയിൻ്റർ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തെ സ്പേസ് അതും എനിക്ക് 16 ആക്കണം. അതിനുവേണ്ടി ഏറ്റവും താഴെയുള്ള ആ ഒരു ഏരിയയിൽ നിങ്ങൾ 16 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ 2 സൈഡും 16 ആകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു രീതിക്ക് കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇനി കോളം വിഡ്ത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കോളം വിഡ്ത്ത് നമ്മൾ ആ കൊടുത്ത 2 കോളമില്ല, ആ കോളത്തിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് ജസ്റ്റ് XD നമ്മളെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. അത് നമ്മളങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. നമ്മൾ ഗട്ടർ വിഡ്ത്ത് മാറ്റിയാൽ കോളം വിഡ്ത്ത് മാറും. സ്വാഭാവികമായിട്ടും അങ്ങനെ മാറണമല്ലോ. അതുകൊണ്ടാണ് കോളം വിഡ്ത്ത് അവിടെ കാണിക്കുന്നത്. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ കൊടുത്ത വാല്യൂ തന്നെ നിങ്ങൾക്ക് മുകളിൽ, അതായത് ആ ഒരു ക്രിയേറ്റ് ചെയ്ത സ്ക്രീനിൻ്റെ മുകളിൽ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മുകളിൽ താഴെയും കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഇപ്പോൾ കാണുന്ന ആ ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 വാല്യൂ കാണാം. നിങ്ങൾക്ക് അവിടെ 0 എഴുതിയേക്കുന്ന അവിടെ 16 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ആ ഒരു 16 പിക്സൽ വിടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കാണുന്ന ആ ഒരു സ്പേസിൽ 16 കൊടുത്തു കഴിഞ്ഞാൽ താഴെയും ആ ഒരു കറക്റ്റായിട്ട് ലേഔട്ട് ഗ്രിഡ് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ലേഔട്ട് ഗ്രിഡ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ലേഔട്ട് ഗ്രിഡിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടത്തിന് കളർ മാറ്റി കളറിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു യൂസ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആ ഒരു ഡീഫോൾട്ട് ഓപ്ഷനിലേക്ക് പോകും. ഇനി അതിൻ്റെ ഇപ്പുറത്ത് മേക്ക് ഡീഫോൾട്ട് എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലേഔട്ട് കസ്റ്റമൈസ് ചെയ്ത് മേക്ക് ഡീഫോൾട്ട് കൊടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ മേക്ക് ഡീഫോൾട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ആദ്യമേ ഡിസൈൻ ചെയ്ത ആ ഒരു സ്ക്രീനിന്. ഇനി ഞാനൊരു ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തപ്പോഴേക്കും ആ ഒരു ഡീഫോൾട്ടായിട്ട് ഞാൻ സെറ്റ് ചെയ്ത ആ ഒരു ലേഔട്ടാണ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാവുന്നതാണ്. അതാണ് അതിൻ്റെ 2ൻ്റെയും ഉപയോഗം. അപ്പോൾ ലേഔട്ടിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും, ഒരുവിധപ്പെട്ട എല്ലാ കാര്യവും നമ്മൾ കവർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് XD ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. XD ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ആഡ് ചെയ്തേക്കാം. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് XD കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോയും ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.